അയ്യോ, അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. കാറ്റ്, ഭയങ്കര കാറ്റായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അയ്യോ, ഒരു കാറ്റ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്തത് ഞാൻ പറഞ്ഞ പോലെ താഴെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി എവിടെ പോകുമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ മൊട്ടക്കുന്നുണ്ട്, പക്ഷെ വേറെ എന്നാ കാണാനുള്ളതെന്ന് അറിയാൻ പാടില്ലല്ലോ. ഓഫ് റോഡായിട്ടാണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഓഫ് റോഡ് ഇതും കൊണ്ട് പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇവിടുന്ന് താഴത്തെ ആ ഒരു വഴിയുടെ അങ്ങോട്ട് പോവാം. എനിക്ക് നമ്മൾ കയറിയ പാറയാണിത് ആ കാണുന്നത്. അയ്യോ, അങ്ങ് പോയി. പക്ഷെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു, കാരണം ചൂടായിട്ട് തോന്നില്ല. വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല കാറ്റായതുകൊണ്ട്, കാറ്റിനെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് വലുതായിട്ടില്ലായിരുന്നു. നല്ല പീസ് മൈൻഡിൽ പോയിട്ട് നമുക്ക് വരാൻ പറ്റും. അയ്യോ, കുഴി കുഴി കുഴി. ഓ മൈ ഗോഡ്, ഇവിടെയൊക്കെ എന്ത് റിസോർട്ടാണ് വരുന്നതെന്ന് നോക്കിയേ. അടി, താഴേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അത് അവിടെ ആയിട്ടാണ്. അവിടോട്ട് പോവാം. അപ്പം ഇനിയിപ്പോൾ അടി, താഴേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല. വ്യൂ ചുമ്മാ മാരക വ്യൂ ആണ്. അവന്മാരെയാണെങ്കിൽ കാണുന്നുമില്ല. അവന്മാരെവിടെ പോയോ എന്തോ. ഓ, വഴി ഇതിൻ്റെ സൈഡിൽ കൂടെ വഴി ഇങ്ങനെ പോയേക്കുന്നു, ചുമ്മാ വിഷയം. ഇവിടെ ഏതോ റിസോർട്ടിൻ്റെ എന്തോ ഐറ്റമാണ് ഗൈസ്. അവന്മാരെന്ത് ചെയ്യേ? അടി, താഴേക്കുള്ള വ്യൂ ഒക്കെ മാരകമാണ്. പക്ഷേ ഇത് ഫുള്ള് കല്ലാണ് കേട്ടോ, മറ്റേ ഉരുളങ്കല്ല് പോലത്തെ ഒരു സാധനം. ഗ്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് വണ്ടി നമുക്ക് ഇവിടെ വെക്കാം. അതൊക്കെ നമ്മൾ അവിടുന്ന് നടന്ന് ഈ ഒരു പാറ ഉണ്ട് ഇവിടെ, എൻ്റെ കയ്യിൽ നേരെയാണ്. ഇത് ഡ്രോണൊക്കെ പറത്തുന്നവർ ഇവിടം വരെ വന്നു. അയ്യോ, ശരിയില്ല, നടക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെയാണ് വണ്ടിയും ചോന്ന് മണ്ടേ പോകുന്നതെന്നല്ലേ. അടി, ഇത് വഴിക്ക് ഇതിലൊരു വഴിയൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു വഴി ഇങ്ങനെ കറങ്ങി പോകുന്നതാണെന്ന് തോന്നുന്നു. ഇത് അതിലിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ ചെല്ലുമെന്ന് അറിയാൻ പാടില്ല, അതൊക്കെ ഏത് സ്ഥലമാണെന്നും അറിയാൻ പാടില്ല. ചുമ്മാ വിഷയം. ദേവന്മാരും വന്നിട്ടുണ്ട്. നല്ല സംഭവം വേറെ വൈബായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. ഒരു ഡ്രോണൊക്കെ പറത്തി, മിക്കവാറും ഡ്രോൺ കാറ്റടിച്ച് അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. പോകുന്ന വഴിക്ക് ഇനി ആലോചിക്കാം. തൽക്കാലം ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ ഗൈസ്, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. ഇതേ ഗ്രിപ്പെന്ന് പറയുന്നത് സാധനമേ കിട്ടുന്നില്ല, വണ്ടി ചുമ്മാ കിടന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഏതേലും സ്ഥലം നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തങ്ങൾപ്പാറ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉളുപ്പുണ്ണിക്ക് പോയാലൊന്നുണ്ട്, പക്ഷേ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശോകമായി പോവും. നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വെറുതെ പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ 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 ഏതെങ്കിലും ഒരു സ്ഥലം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ പുള്ളിക്കാനവും പോകാമെന്നുണ്ട്. പക്ഷെ അവിടെയും ചെന്നാലും എന്താ പറയുന്നത്, അവിടെ ഓഫ് റോഡ് റൂട്ടാണ്. പിന്നെ വണ്ടി ചുമ്മാ ഓടിക്കാം, അതേ ഉള്ളൂ. ഈ ഒരു റൈഡ് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. കാരണം എന്താണെന്നറിയത്തില്ല, കുറേ നാളായിട്ട് തന്നെ കണ്ടു കാണും, വീഡിയോ ഒക്കെ വരാനായിട്ട് തന്നെ അത്ര ലേറ്റായി. ആ ഒരു ടൈമിലൊന്നും ഒത്തിരി വെളിയിലേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. അത് മാത്രമല്ല, എങ്ങും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ലോങ് എങ്ങും പോകത്തില്ല. ആകെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മൈൽ വരുമായിരിക്കും. പിന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയാണ്. മധുര പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പോകണമെന്നുണ്ട്, ആ ഒരു മൈൻഡായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇറങ്ങിയതാണ്. ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു രസമല്ലേ. നമുക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും തന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇത് മാറും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എനിക്ക് എന്ത് ചെയ്തുകൊണ്ടെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് കറങ്ങി അടിച്ച് വരുമ്പോഴേക്ക് എൻ്റെ മൈൻഡ് മൊത്തം ഫ്രീ ആവും. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവന്മാരെ വിളിച്ചോണ്ട് ഇറങ്ങി. ഇവന്മാരൊന്നും വരത്തില്ലെന്ന് പറഞ്ഞിരുന്നവന്മാരാണ്. എന്ന് വെച്ചാൽ ജോൺസനും ഷാരൂണും. പിന്നെ ഇന്നലെ ഞാൻ പോയിരുന്നുണ്ടല്ലോ, ഇന്നലെ ഇവന്മാരെ മൂപ്പിച്ച് ഒരു വിധത്തിൽ ഞാൻ കൊണ്ടുവന്നു. എൻ്റെ ഫുള്ള് കോമഡി ആയിരുന്നു ഇന്നലത്തെ കാര്യം. ഞാൻ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ ഒരു സ്പോട്ട് കറക്റ്റ് എവിടാന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിങ്ങനെ ആലോചിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും ഇത് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ബോറിംഗ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ പ്ലാൻ ചെയ്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർലിക്കകത്തെ ആ ഒരു ലൊക്കേഷൻ ഉണ്ട്. അതായത് പാമ്പനാർ എന്ന് പറയുന്ന ഒരു വഴിക്ക് പോകുന്ന വഴിക്കാണ്. പാമ്പനാറിലല്ല, അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിക്കാണ് ആ ഒരു സ്ഥലം. ഇപ്പം നമ്മളുള്ള വാഗമണ്ണാണ്. വാഗമണ്ണിൽ നിന്ന് ഇനിയിപ്പോൾ നേരെ ഏലപ്പാറ ചെല്ലുന്നു. ഏലപ്പാറയിൽ നിന്ന്
കുട്ടിക്കാനം പോകുന്ന വഴിക്ക് പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയാനായിട്ടൊരു വഴിയുണ്ട്. അതൊരു ഷോർട്ട് കട്ട് റൂട്ടെന്നും പറയാം. നമുക്ക് ആ ഒരു വഴി കയറിയിട്ട് വേണം ആ ഒരു ലൊക്കേഷനിൽ ചെല്ലാൻ. പക്ഷെ ആ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് അറിയാൻ പാടില്ല, അതാണ് ഒരു വിഷയം. വേറെ സീനൊന്നുമില്ല. അപ്പോൾ സമയം എന്ന് പറയുന്നത് 10:30 ആയിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ 51 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. കട്ടപ്പനയെന്നാണ് 51, വീട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ 70 ആയി. ഇപ്പം 51 ആയിട്ടുള്ളൂ. എന്തായാലും അത്യാവശ്യം ഇന്നും നല്ലൊരു റൈഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മോഡേൺ ബുൾ മദർ ഫാം എന്ന് പറയുന്ന എന്തോ സംഭവമാണ്. ഇത് എന്നാന്ന് അറിയാൻ പാടില്ല. പക്ഷെ സാധനം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എന്താ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, നോ പാർക്കിംഗ് എന്നൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ ഫുള്ള് റിസർച്ച് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. പക്ഷേ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്, പുല്ലൊക്കെ ആയിട്ട്. നമ്മുടെ ഈ എന്താ പറയുന്നത്, മൂന്നാർ പോകുമ്പോൾ ഈ ആനയൊക്കെ വരുന്നൊരു സ്പോട്ട് ഉണ്ടല്ലോ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക്, അപ്പോൾ അതുപോലത്തെ ഒരു ലൊക്കേഷൻ പോലുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കി ഇവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാണോ എന്തോ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വാഗമൺ. താങ്ക്സ് പോലീസ് സ്റ്റേഷൻ വാഗമൺ. നിങ്ങൾ ഈ സൈഡ് നോക്കിയേ, ഈ സൈഡിൽ ആ തേയില നിൽക്കുന്ന എൻ്റെ പൊന്നെ എന്നെ രസമാണെന്ന് നോക്കിയേ. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ആ നൈസ് ലൊക്കേഷൻ കേട്ടോ. അതായത് താഴേന്ന് ഒരു വഴി കാണുമായിരിക്കും. ഈ തേയില നിൽക്കുന്ന തന്നെ കാണാൻ ഒരു വൈബാ. ആ മണ്ടയെന്ന് ഇത് നോക്കിയേ, നിങ്ങൾ ഇപ്പം തന്നെ നോക്കിയേ, ഒരു പ്രത്യേക വൈബാണിത്. ഇതാണെന്ന് തോന്നുന്നു ആ വഴി. ചെറിയ ഓഫ് റോഡാണ്, പ്രൈവറ്റ് റോഡാണ്, സീനില്ല എന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. മീനല്ലടാ, വാലുമാക്രിയാടാ കിടക്കുന്നേ. ഏത് ഏത് അടി ചെറുതല്ലേ. മീനും ഉണ്ട്, വാലുമാക്രിയുണ്ട്. സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. ഇത് പ്രൈവറ്റ് റോഡാണ്, എസ്റ്റേറ്റ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. ഇത് ഇവിടെ ഇഷ്ടംപോലെ മീനും വാലുമാക്രിയെല്ലാം ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകാം. ഇനി ഏലപ്പാറ ചെന്നിട്ട് കാണാം. സംഭവം എന്തായാലും പൊളിയാണ്. ഏലപ്പാറയിലെ ഏലം കണ്ടിട്ടുണ്ടോ? ഇത് ഈ സൈഡിൽ കാണുന്നതും മണ്ടേ കാണുന്നതാണ് നമ്മുടെ ഏലപ്പാറയിലെ ഏലം. നല്ല രസമുണ്ട് നിൽക്കുന്ന കാണാനായിട്ട്. തേയിലകൾക്കിടയിലൂടെ ഏലക്കാട്, ഇടയിലല്ല സൈഡിലാണ്. അത് നല്ല രസമുണ്ട് ആ ഒരു ഏലം നിൽക്കുന്ന കാണാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേയിലയും, അതായത് ഈ ഒരു സൈഡ് ഏലം, ഈ ഒരു സൈഡ് ഏലം, അത് കഴിഞ്ഞിട്ട് തേയില. നമ്മൾ ഏലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. ഏലപ്പാറയിൽ നിന്ന് ഇനിയിപ്പം നേരെ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കറക്റ്റ് അറിയാൻ പാടില്ല. പിന്നെ ചോദിച്ച് മാക്സിമം നമുക്ക് നോക്കാം, കിട്ടുമായിരിക്കും, കിട്ടണം. പിന്നെ ഈ ഒരു റോഡൊക്കെ നിങ്ങൾ എൻ്റെ പണ്ടത്തെ അന്ന് നമ്മൾ ഉറുമ്പിക്ക് പോകുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ റോഡൊന്നും അന്ന് ടാർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റോഡെല്ലാം ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്, ഫുള്ള് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ചെയ്യാനുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പോസ്റ്റൊക്കെ നിൽക്കുന്നിടം ഇത് കണ്ടില്ലേ, ഈ പോസ്റ്റൊക്കെ ഇനി മാറ്റണം. പോസ്റ്റെല്ലാം മാറ്റിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇടയൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ ചെറിയതായിട്ട് കിടപ്പുണ്ട്. അത് പിന്നെ സീനില്ല, ബാക്കിയൊക്കെ അടിപൊളിയാക്കി. നമ്മളത് താഴെ കൂടെയാണ് വന്നത്, ഈ വഴിയല്ല കേട്ടോ, അത് ഈ കാണുന്ന ഒരു വഴിയായിട്ടാണ് വന്നത്. സൈഡിൽ ഫുള്ള് തേയിലയാണ്, പുതിയ തേയില വെക്കുന്നുമുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കട്ടറായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ എന്നാ രസമാണെന്ന് നോക്കി. ഇത് ശരിക്കും നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡില്ലേ, ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് പണിതേക്കുന്നത്. അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അത്രയും ഉണ്ട്. നല്ല രസമുണ്ട് ഇതിൻ്റെ അതോടെ പോകാനായിട്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഇതിലെ മറ്റേ ഫുള്ള് ലൈനൊക്കെ ഇടും. ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ റോഡ് വേറെ ലെവലാകും. അയ്യോ പുള്ളി വരുന്ന നോക്കിക്കടാ, പുള്ളി തന്നെ ഇങ്ങനെ വരുന്നേ. എൻ്റെ വന്നെ ചേച്ചി അതിലെ സൈഡിൽ കൂടെ പോയോണ്ടാണ് പുള്ളിക്കാരൻ ഇതിലേ കയറി വന്നത്. ചേച്ചി ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. എൻ്റെ മോൻ ആ റോഡൊക്കെ നോക്കിയേ. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രേ സെറ്റപ്പ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് തിരിയേണ്ടത് ഈ ഒരു റോഡാണ് കേട്ടോ, ഇവിടെ ഗ്ലെൻമേരി റോഡ്. അവന്മാർക്ക് വഴി അറിയത്തില്ലായിരുന്നു തോന്നുന്നു, അവന്മാർ നേരെ അങ്ങ് പോവായിരുന്നു കേട്ടോ. ഈ ഒരു വഴിയെ കൂടാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലം കറക്റ്റ് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ റോഡൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴ ടൈമിലുണ്ടല്ലോ, മഴ ടൈം ഈ റോഡൊക്കെ വേറെ ലെവലാണ്. ആ സൈഡിലൊക്കെ കുറേ പഴയ വീടുകളൊക്കെ ഉണ്ട്, ഓടൊക്കെ ഇട്ട്. പക്ഷെ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് ഇവിടെയും കുറേ സ്ഥലത്ത് ഏലമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമില്ലേ അത് നിൽക്കുന്ന കാണാനായിട്ട്. ആ ഒരു ഷേപ്പിലെല്ലാം ഉണ്ടോ നോക്കി. ഒരു വെള്ളവുമുണ്ട്, ചെറിയൊരു വാട്ടർഫോളാണെന്ന് തോന്നുന്നു. പിന്നെ യൂക്കാലി മരമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം കുറച്ചുകൂടെ പോകണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും പോയി നോക്കാം. പോയി നോക്കി കഴിയുമ്പോൾ അറിയാം
അത്യാവശ്യം ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം. നമ്മളെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ആ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. ഇത് നോക്കിയാൽ ഈ സൈഡ് ഫുള്ള് തേയിലയാണ്. അതിനോട് കൂടെ ചെറിയൊരു റോഡ് റബ്ബറൈസ്ഡ് റോഡൊന്നുമല്ല, ചാടി പോകാനുള്ള റോഡാണ്. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ശരിക്കും ഈ തേയിലയുടെ ഇതാട്ടോ. തേയില ഇങ്ങനെ എടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് എങ്ങാണ്ട് കൊണ്ടുപോകുന്ന സെറ്റപ്പാണ്. അതെന്താ സംഭവം എന്ന് കറക്റ്റ് അറിയാൻ പാടില്ല. ഈ ഒരു റോഡ് നേരെ പാമ്പനാറ് പോയിട്ട് അവിടുന്ന് നമുക്ക് കുമിളിക്ക് പോവാം. അങ്ങനത്തെ റോഡാണിത്. അല്ലെ അവിടുന്ന് കുട്ടിക്കാനത്തിന് വേണേലും പോവാം, എങ്ങോട്ട് വേണേലും പോവാം. പക്ഷെ ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഓർക്കുന്നത്. ഇതുവരെ ആയിട്ടും ആ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മൾ ആ ഒരു കടയിൽ ചോദിച്ചപ്പോൾ പുള്ളിക്ക് പോലും അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്ര ലോങ് ചെയ്ത് പോയത് നമുക്കറിയാൻ പറ്റുന്നത്? പുള്ളി പറയുന്നത് ഫുള്ള് കോമഡിയൊക്കെയാണ്. 2 ആഴ്ച മുമ്പ് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അതിവിടാണ് ഷൂട്ട് ചെയ്തത്, അവിടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊന്നുമല്ല, സ്ഥലം അതൊന്നുമല്ല. അതെന്തായാലും സ്ഥലം അവിടെ കാണിച്ചേക്കുന്ന ഒന്നുമല്ല. എന്തായാലും അകത്ത് എവിടെയോ ആണ് കുറച്ച് ഇതുപോലെ തേയിലയുടെ ഇടയ്ക്കല്ലേ, അത് അകത്ത് എവിടെയോ ആണ്. അത് കറക്റ്റ് എവിടെയാണെന്ന് അറിയാനും പാടില്ലാത്ത അവസ്ഥയായി പോയല്ലോ സുഹൃത്തുക്കളെ. ഈ പോകുന്ന വഴിക്ക് എവിടെയോ ആണെങ്കിൽ നമുക്ക് കയറാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോവാം. ഈ വഴി വല്ലോ ആണോ? അല്ല. ഇവിടെ ഒരു ബോർഡൊക്കെ ഇവന്മാർക്ക് വെച്ചുകൂടെ ഇവിടെയാണ് ഈ ഷൂട്ടിങ്ങിന് പോയേ. ഇവിടെയും തേയില വെട്ടുന്നുണ്ട് കേട്ടോ. അടി അങ്ങോട്ട് പോയിക്കേ. ഓ വിഷയം നല്ല രസമുണ്ടല്ലോ. വേറെ വൈബാ ഒരു വഴി. നമ്മളതിലാണോ പോകുന്നത്? ഓ നമ്മളതിലേ അല്ല കേട്ടോ പോകുന്നത്, നമ്മൾ നേരെയാണ് പോകുന്നത്. അത് വേറെ ഏതോ വഴിയാണ്. ഓ അങ്ങോട്ട് പോകുന്നത് ഇതിലൊരു വഴിയുണ്ട്. ഇത് നോക്കിയേ, ഫുള്ളും കാണാം. ഇവിടെ മരുന്നടിക്കുന്നു. ഓ ട്രാക്ടറിനൊക്കെ കൊണ്ടുവന്നാ മരുന്നടിക്കുന്നത്. വിഷയം. ഞങ്ങളത് വേറൊരു വഴി കയറി, പക്ഷെ അത് അങ്ങോട്ടാണോ എന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് പോയി നോക്കാം. ഒരു ഊഹത്തിൻ്റെ പുറത്ത് പോകുന്നതാണ് ഗൈസ്. എന്താകും എങ്ങനാവും എന്ന് അറിയാൻ പാടില്ല. ഇത് വേറെ എങ്ങോട്ടോ പോകുന്നതാണ് ഗൈസ്. അല്ലടാ, അതല്ല. ഞങ്ങളത് ആ ഒരു മരം നോക്കി വന്നതാണ്, പക്ഷേ അതുമല്ല. മൊത്തത്തിൽ നമ്മൾ വഴി തെറ്റി നടക്കുകയാണ്. കമോൺ. അയ്യോ വിഷയം. എന്നെ ചെയ്യാനാണ്. ഇത്രയും വന്നിട്ട് ആ സ്ഥലം കിട്ടിയില്ലല്ലോ. കുഴപ്പമില്ല, എന്നേലും ഒരു ദിവസം നമുക്ക് വരാം. അവിടെ എന്തോക്കെ പണിയെന്നൊക്കെയുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ആവോ? എന്നാൽ പിന്നെ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പാമ്പനാറിന് പോവാം. പാമ്പനാറിലേക്കുള്ള വഴിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കയറിയത്. തിരിച്ച് ആ വഴിയിലേക്ക് തന്നെ നമ്മൾക്ക് ചെന്നിറങ്ങിയിട്ട് അടുത്ത സ്ഥലം നോക്കാൻ. നമുക്ക് വളഞ്ഞു പോകേണ്ട വഴിയാണ് അത് താഴെ കൂടെ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയാണ്. പിന്നെ താഴെ കൂടെ വെള്ളവും പോകുന്നുണ്ട്. അടി ഇത് നോക്കിയേ. ചുമ്മാ പെവർ വഴി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇതാ പാമ്പനാർ വന്ന് ചാടിയിരിക്കുകയാണ്. കാണുന്ന വഴിയാണ് കുട്ടിക്കാനത്തുനിന്ന് വരുന്ന വഴി. ഇത് കുമിളിക്കുള്ള വഴി. പിന്നെ ഞാൻ നിങ്ങളെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു വണ്ടിയുടെ. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരിത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് പട്ടുമല പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. കണ്ട, നമ്മൾ കയറുന്നില്ല, പോവാണ്. ഇവിടെ ഫുള്ള് തേയിലയാണ് കേട്ടോ. 2 സൈഡും ഫുള്ള് തേയില. അത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇത് നോക്കി, അതിൻ്റെ ഇടയ്ക്ക് കുറേ പശുക്കളും ഉണ്ട്. ചുമ്മാ വിഷയം. ഇത് നോക്കിയേ, ഫുള്ള് കറക്റ്റ് നല്ല ആ ഒരു ഷേപ്പിന് ലെവലാക്കി വെട്ടി നിർത്തിയേക്കുന്നു. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഫാക്ടറി ഔട്ട്ലെറ്റ് AVTയുടെ ആണെന്ന് തോന്നുന്നു. അതെ AVTയുടെയാണ്. ഈ ഒരു എസ്റ്റേറ്റും അവരുടെ തന്നെ ആയിരിക്കും. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:30 ആയിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 82.8 കിലോമീറ്റർ. അതിപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടുവാണെങ്കിൽ ടോട്ടൽ ഒരു 100 കിലോമീറ്റർ മേളിൽ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ചുമ്മാ വിഷയം. അടി അത് വൈകി നല്ല രസമുണ്ടല്ലേ. ഈ ഒരു റോഡിനിപ്പം നമ്മൾ നേരെ വണ്ടിപ്പെരിയാർ ചെല്ലും. വണ്ടിപ്പെരിയാറിൽ നിന്ന് നേരെ കുമളി, അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ ടൗണ്. മൊത്തം തിരക്കാണല്ലോ ഗൈസ്. ഇവിടെ നോക്കിയും കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇടി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. കണ്ടോ ഒട്ടും ശ്രദ്ധിക്കൂല. ഈ അമ്മച്ചി ഇവിടുന്ന് നമ്മൾ
നോക്കി ഇപ്പം പുള്ളിക്കെട്ടൊക്കെ ഒരു ഇടി കൊടുത്തേനെ കേട്ടോ. അയ്യോ ഇപ്പം അയാൾ ഇടിച്ചേനെ അങ്ങേർക്കട്ടെ എന്ന് ഇതൊക്കെ സമ്മതിക്കണം. അപ്പം ഇതിലെയൊക്കെ നമ്മൾ ഗവിയും പോട്ടെ സത്രവും നമ്മുടെ പരുന്തുംപാറയൊക്കെ പോകുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അതും കയറി നോക്കുക. എന്നാൽ ഇതൊക്കെ ഓരോ ടൈമിലെടുത്ത വീഡിയോസാണ്. ശരിക്കും വേറെ വൈബ് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ. ഓഹ് എൻ്റെ അണ്ണനിപ്പോൾ ഇടിച്ച് കാട്ടിക്കളഞ്ഞേനെ. ഓ ദേ പ്രോ റൈഡേഴ്സ് ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല അവനൊന്നും. ഇപ്പം അയാളെ ഇടിച്ച് നമ്മൾ പറമ്പി വിട്ടാനെ. പുറകെ പൊങ്ങിയിട്ട് നേരെ ഇങ്ങനൊരു കുട പറഞ്ഞു. അയ്യോ വൃത്തികേട്ടൻ. എൻ്റെ പൊന്നു ഞാൻ ഓർത്ത് കേട്ടോ. തീരുമാനമായിരുന്നു. പക്ഷെ വണ്ടി നിന്നവിടെ കില്ലാടി. ഇപ്പം വേറൊരു കോമഡിയും കൂടെ ഉണ്ടായി. നമ്മളവിടെ ഒരു പുള്ളിക്കാരനായിട്ട് ഇടിക്കാൻ പോയില്ല. അതേ സെറ്റപ്പ് യുവമാർക്കറ്റ് ഒരു സ്കൂട്ടിക്കാരൻ അപ്പുറത്ത് വെച്ച് കയറ്റി വെച്ചു. അതാണ് യുവമാര് വരെ ലേറ്റ് ആയത്. അയ്യോ ഫുള്ള് വിഷയമൊക്കെ. നമ്മക്കിട്ട് പറഞ്ഞ കിട്ടിയേനെ, യുവമാർക്കറ്റ് പറഞ്ഞ കിട്ടിയേനെ. ഞാൻ പറഞ്ഞില്ലേ അവിടെ നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ നല്ല സീനാണ് ഗെയ്സ്. നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ നല്ല രീതിക്ക് ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലെ വരുന്നവർ ശ്രദ്ധിച്ചു പോകുക ഫോർ യുവർ സേഫ്റ്റി. എങ്ങാനും തട്ടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇടി അവിടുന്ന് കിട്ടും. അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം. അവൻ്റെ ബ്രേക്ക് ലൈറ്റ് മിന്നി കത്തുന്നുണ്ട് എനിക്ക്. നമ്മൾ ഓൾമോസ്റ്റ് കുമളി ആവാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് പറഞ്ഞാൽ ഈ തൊട്ടടുത്താണ് കുമളി, കുറച്ചുകൂടെ ഉള്ളൂ. അവിടുന്ന് നമ്മൾ കുമളി ടൗണിലേക്ക് കയറുന്നില്ല. ഇത് നോക്കിയേ ഗവി കുമളി. ഈ വണ്ടിയാണ് ഗവിക്ക് പോയിട്ട് വരുന്ന വണ്ടി കേട്ടോ. അതായത് കുമളിയിൽ നിന്ന് ഗവിക്ക് പോകുന്നത്. അപ്പം പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ കുമളി ടൗണിൽ പോകുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം വല്ലതും പോയി കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു. അല്ല അയാളെ നമ്മൾ കയറി പോകാൻ നേരത്ത് കയറ്റി വിടാതെ നോക്കി. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കഴിച്ചു. പിന്നെ ഇതൊക്കെ രസമല്ലേ. അപ്പം ഇതാണ് നമ്മുടെ കുമളി ടൗണൊന്ന് ശാന്തശീലനായിട്ട് കിടക്കുവാണല്ലോ. ഒന്നോ ഈ ഒരു വഴിയാണ് നമ്മുടെ തേക്കടിക്ക് പോകുന്നത്. അപ്പം നിങ്ങളിതിവിടെ വരുവാണെങ്കിൽ അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, ഒരു കർത്താവാണോ? അത് ആരുടെയാന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ അത് നോക്കി ആ ഒരു ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. അവിടുന്ന് വരുവാണെങ്കിൽ റൈറ്റ്. ആ ഒരു വളവത്ത് തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വഴി തെറ്റത്തില്ല. അതുകൊണ്ട് സീനില്ല. തേക്കടി പോകുന്നവർക്ക് അതിലെ ജസ്റ്റ് അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ ഈ ഒരു കടയിൽ കയറി കഴിക്കുന്നത് നിങ്ങൾ പണ്ടത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സെയിം ഹോട്ടൽ തന്നെയാണിത്. അപ്പോൾ ഇവിടെ കയറി കഴിച്ചിട്ട് വന്നിട്ട് കാണാം. നമ്മൾ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് നേരെ 8-ാം മൈൽ നമ്മൾ കുമളി ടൗണൊക്കെ വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ആ റോഡിലേക്ക് കയറി ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് 8-ാം മൈലിലേക്കാണ് നമ്മൾ പോകുന്നത്. 8-ാം മൈൽ ഇനിയിപ്പോൾ ഇവിടെ നേരെ 8-ാം മൈലിലാണ് പോകുന്നത്. ജോൺസനൊക്കെ തിരിച്ചു പോയി. നമ്മളും ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് 8-ാം മൈൽ ടൗണിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേറെ അങ്ങ് പോകാനില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോയേക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പം പുളിയമല കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് വീട്ടിലെത്താറായി. ഓൾമോസ്റ്റ് വീട്ടിൽ എത്താറായി. സമയം എന്ന് പറയുന്നത് 1:30 ആയിട്ടുണ്ട്. ടോട്ടൽ കിലോമീറ്റർ 131 കിലോമീറ്റർ. അതായത് ഇവിടം വരെ. അത് റൗണ്ട് ചെയ്ത് 150-160 കിലോമീറ്റർ നമുക്ക് കൂട്ടാം. എല്ലാം കൂടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ പോയത് എല്ലാം കൂടെ ചേർത്ത് ഒരു 160 കിലോമീറ്റർ പ്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ടാറ്റാ.